റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന് മുനമ്പം സമരസമിതി. സർക്കാർ നടത്തുന്ന ചർച്ചകൾക്ക് തയ്യാറാണ്. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നും സമരസമിതി പ്രതികരിച്ചു. ഇവരുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, സമരം അതിശക്തമായി തുടരും എന്ന് തന്നെയാണ് സമരസമിതി വ്യക്തമാക്കുന്നത്, അല്ലേ? ജുഡീഷ്യൽ കമ്മീഷനായിട്ട് നിയമിക്കപ്പെട്ട ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇന്ന് സംസ്ഥാന സർക്കാർ മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മുനമ്പം സമരസമിതിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതായത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും വരെ തങ്ങളുടെ സമരവുമായിട്ട് അവർ മുന്നോട്ട് പോകും. സർക്കാരാണ് ഇനി തീരുമാനം കൈക്കൊള്ളേണ്ടത്. മുനമ്പത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടതില്ല എന്നുള്ള കമ്മീഷന്റെ റിപ്പോർട്ട് അത് സ്വാഗതാർഹമാണ്. അതുപോലെ തന്നെ അത് സന്തോഷം നൽകുന്നതാണെന്നും മുൻപം സമരസമിതി പ്രവർത്തകർ പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇനി സർക്കാർ തീരുമാനമെടുക്കണം. സർക്കാർ നടത്തുന്ന ഏത് ചർച്ചകൾക്കും തങ്ങൾ തയ്യാറാണ്. മറ്റൊരു കാര്യത്തിൽ കൂടി അവർ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. അതായത് മുൻപം കമ്മീഷന്റെ ഒരു ശുപാർശകളിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഈ ചർച്ച നടത്തി, അതായത് വഖഫ് ബോർഡുമായിട്ടും അതോടൊപ്പം തന്നെ മുൻപത്തെ പ്രദേശവാസികളുമായിട്ട് സർക്കാർ ചർച്ച നടത്തണം. രമ്യമായിട്ട് പരിഹരിക്കാൻ സാധിക്കാത്ത പക്ഷം സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു പരിഹാരത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അക്കാര്യത്തിലാണ് മുനമ്പം സമരസമിതി മറ്റൊരു രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് തങ്ങൾ വില കൊടുത്ത് വാങ്ങിയ ഒരു ഭൂമി തന്നെയാണ് മുനമ്പം. അതുകൊണ്ട് തന്നെ സർക്കാർ ഇനി അത് ഏറ്റെടുത്ത് തങ്ങൾക്ക് നൽകണമെന്ന് പറയുന്നതിൽ അത് എന്തർത്ഥമാണ് ഉള്ള ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും സമരവുമായിട്ട്, അതായത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടും വരെ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ മുനമ്പം നിവാസികളുടെ തീരുമാനം. സുരേഷ്, രേഷ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.